ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് അങ്കമാലിയിലാട്ടോ. ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് ഞാൻ എത്തി ഇവിടെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ബോറൊക്കെ അടിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് അതിരപ്പള്ളി പോവാന്ന്. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് അതിരപ്പള്ളിയൊക്കെ പോയിട്ട് ഐ തിങ്ക് ഒരു 2018 എങ്ങാണ്ട് ലാസ്റ്റ് പോയത്. അപ്പോൾ അതിരപ്പള്ളിയിലേക്ക് പോവാണ് ഇപ്പോൾ. സോ ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ മമ്മിയുണ്ട്, പിന്നെ അമലും കൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് പോവായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ അതിരപ്പള്ളി. കാരണം ഞങ്ങൾ എല്ലാ കസിൻസും കൂടി ഒരുമിച്ച് പോയൊരു ട്രിപ്പായിരുന്നു. അവിടെ വെള്ളിത്തിര മൂവിയുടെ സോങ് ഷൂട്ടിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് നവ്യനായർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് പൃഥ്വിരാജും നവ്യനായറിനെ കണ്ടത്. അപ്പോൾ ആ ടൈമിലൊന്നും അറിയില്ലായിരുന്നു ഇതാണ് പൃഥ്വിരാജ് ഇതാണ് നവ്യനായറിനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ മൂവി ടി വിയിൽ വന്ന ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അതിൽ പാട്ടൊക്കെ ഇങ്ങനെ പാടി പോവായിരുന്നു. കുടമല്ലക്കടവിൽ നീ പവനൊഴുകുന്ന പുഴയിൽ മതിവരുവോളം നീന്താൻ ഇനി നീയും പോരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടൈമിൽ ഈ സോങ്ങൊക്കെ. പിന്നെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിർത്തിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം തിരിച്ചു പോകുമ്പോൾ ഈ റോഡിൽ കൂടെ നമുക്ക് വരാൻ പറ്റില്ല, കാരണം അത്ര അധികം ആനകളൊക്കെ ഇറങ്ങും. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ കണ്ട് നോക്കിയൊക്കെ വരണം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ കുറേ പാം ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ മങ്കികളൊക്കെ നിൽക്കണുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായി മങ്കികളൊക്കെ കണ്ടിട്ട്. അങ്ങനെ അതിരപ്പള്ളി എത്താറായിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ് സിൽവർ സ്റ്റോം വരുന്നത്. ഞാൻ പണ്ട് എപ്പോഴും കേട്ടോ സിൽവർ സ്റ്റോമിൽ വന്നേക്കണത്, എനിക്ക് കുഞ്ഞിതായിപ്പം കണ്ട്. പിന്നെ സ്നോ സ്റ്റോം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എൻ്റെ ഫേസ് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന്. അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ആ ഒരു സത്യം അറിഞ്ഞത്. 6 o'clock ആണ് ക്ലോസിങ് ടൈമെന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 6:15 ഒക്കെ ആയി എത്തിയപ്പോൾ. അപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ ഞങ്ങൾക്ക്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഞങ്ങൾ വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അപ്പോൾ ഇനി ഇവിടെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ പറ്റെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുക. അല്ലെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാനൊക്കെ ആയിട്ട് ചെന്നാൽ ഇതുപോലെ ഇരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ തിരിച്ചു പോണ വഴിക്ക് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷേ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു, നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ട് തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആലോചിച്ച് സ്നോ സ്റ്റോം ഉണ്ടെന്ന്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല രാത്രി ആയിട്ടോ, അത്യാവശ്യം 7:30 ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടെ ക്ലോസിങ് ടൈം ചോദിച്ചപ്പോൾ 9 o'clock ആണെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, വേഗം 3 ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഓരോ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിട്ട് സെറ്റ് ആവാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചത് സോക്സ് ആണ്. അങ്ങനെ വേഗം സോക്സും പിന്നെ ഗ്ലൗസും പിന്നെ ആ ഒരു ജാക്കറ്റും ഒക്കെ ഇട്ട് ഞാൻ വേഗം റെഡി ആവാൻ നോക്കി. പിന്നെ ഫുൾ സെറ്റായി. അപ്പോൾ വലിയ ഹാപ്പിയിലൊന്നും അല്ല, വലിയ സന്തോഷമൊന്നും ഇല്ല, എന്നാലും കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം തോന്നി. അതിരപ്പള്ളി കിട്ടിയില്ലെങ്കിൽ എന്താ, ഇത് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ. അവിടെ നല്ല അടിപൊളി രീതിയിലാണ് സെറ്റൊക്കെ ചെയ്തേക്കണം. കുറേ റൈഡ്സും പിന്നെ കുറേ രീതിയിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നെക്കാളും എക്സൈറ്റഡ് ഇവർ രണ്ടുപേരും ആയിരുന്നു കേട്ടോ. കാരണം ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഓടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യമല്ല നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. എനിക്ക് കൈയൊക്കെ വിറച്ചിട്ട് ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല, ഒന്നും സംസാരിക്കാൻ കൂടി പറ്റണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ റൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അമലാണ് പോയത്. ഒന്നും സംഭവിക്കാത്ത പോലെ എയിൻറ്റൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് നടുക്കൊടിഞ്ഞോന്നൊരു സംശയം കണ്ടിട്ട് അങ്ങനെ ചിരിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ടേൺ മമ്മിയുടെ ആയിരുന്നു. മമ്മിയുടെ വീഡിയോ അവിടെ ഉള്ളവർ അറിയാണ്ട്
സ്ലോ മോഷൻ ആയിപ്പോയി. ആ സ്ലോ മോഷൻ വീഡിയോ കണ്ട് ഞങ്ങൾ ചിരിച്ചിരിച്ച് ഒരു വഴിയെ, കാരണം നല്ല സ്പീഡിലാട്ടോ വന്നത്. മമ്മിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എൻ്റെ ടേൺ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ആ ഡോറും തുറന്ന് അപ്പുറത്ത് എത്തുമെന്ന്. അതുപോലെ സ്പീഡിലായിരുന്നു ഞാൻ പോയത്. കുറേ ചിരിച്ചിട്ടാണ്. പിന്നെ മുകളിലായിട്ട് ഇവരൊരു പ്ലേരിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കിഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ ഒരു റൈഡ് ഞങ്ങൾ ശരിക്കും തലകറക്കി ഗൈസ്. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ. കുളം കുളം കര കര കുളം കുളം കര 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 കുളം. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ കാല് ഫ്രീസായി. അപ്പോൾ ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വന്നിട്ട് എന്നെ താഴ്ത്തി വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫുൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മമ്മി. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ നൈസായിട്ട് താഴ്ത്തി വീണത്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. എന്നിട്ട് ആരും കണ്ടിട്ടില്ലാത്ത പോലെ ഈറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നെ താഴ്ത്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഫുൾ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയിട്ട്. പിന്നെ അവിടെ മ്യൂസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് സ്മോക്ക് എഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഫുൾ ഡാൻസും കളിയൊക്കെ ആയിരുന്നു എല്ലാവരും കൂടിയിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഒരു 1 hour ആയിരുന്നു ടൈം തന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ ഇറങ്ങിട്ടോ. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വേഗം പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. പിന്നെ അവിടെ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഓക്കെ ആക്കി സൗണ്ടൊക്കെ. അപ്പോൾ ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ബാംഗ്ലൂർ സ്നോ സിറ്റിയിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ഓൾമോസ്റ്റ് പോയി ഫുള്ള്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യം എന്തായാലും വരാം. പിന്നെ അവിടെ തന്നെയായിട്ട് ഫിഷ് സ്പാൻ്റെ ഒരു സ്പേസും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ അമലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബിലോ. അപ്പോൾ ഐ വിൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.